ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് സീസൺ 2 ആണ്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആയിരിക്കും. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതിലും വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സിയൂണും ബാക്കും ഹ്യൂണും ജൂണും എവിടെയാണോ അവർ ബെയ്ക്കിൻ്റെ യൂണിയനുമായി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെയായിരിക്കും. ഹ്യൂൺ, അപ്പോൾ ഇവിടെ വെച്ചാണോ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോണത്? നേരിട്ട് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അപ്പോൾ ബാക്കു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ? അപ്പോൾ അതല്ല, നമ്മുടേക്കാളും കൂടുതൽ ആളുകളുള്ളത് അവരുടെയിലാണ്. അപ്പോൾ അതൊന്നും നോക്കണ്ട, അവരെയൊക്കെ ഞാൻ അടിച്ചിട്ടോളാമെന്ന് ബാക്കു പറയൂ. സിയൂൺ, ഫൈറ്റിനായി ഉറപ്പിച്ച് ഡേറ്റ് ഒന്ന് മാറ്റാൻ പറ്റുമോ? കാരണം നല്ലൊരു പ്ലാനിങ് വേണം, എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഈ ബേക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കും. ശേഷം അന്ന് രാത്രി അവൻ സിയോങ് ജെയുടെ അടുത്തേക്കായിരിക്കും പോകുന്നത്. അവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനാണ് പോയിരിക്കുന്നത്. അപ്പോൾ സിയോങ് ജെ, അന്നത്തെ ഫൈറ്റിൽ നീ എൻ്റെ കാലിൽ കുത്തിയില്ലേ? ആ സമയത്ത് എനിക്ക് വന്നൊരു ദേഷ്യമുണ്ട്. സിയൂൺ അതിന് അവനോട് സോറി ചോദിക്കും. എന്നിട്ട് അവൻ വന്നതിൻ്റെ ഉദ്ദേശം പറയും. സിയോങ് ജെ, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എനിക്കും ബേക്കിനും മാത്രം അറിയാവുന്ന ക്യാഷൊക്കെയുള്ള അക്കൗണ്ട് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നല്ലേ? അത് തന്നു കഴിഞ്ഞാൽ പകരം എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ സിയൂൺ, ആ ഡീറ്റെയിൽസൊക്കെ കിട്ടിയാൽ ആ യൂണിയൻ നശിപ്പിക്കാം, പിന്നെ അതിൻ്റെ പേരിൽ നിനക്കൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് പറയുമ്പോൾ സിയോങ് ജെയും അതിന് സമ്മതിക്കുന്നു. എന്നിട്ട് പോകാൻ നേരം നീ ഇത്ര പെട്ടെന്ന് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബേക്കിനെ കുറിച്ച് വിശദമായി പഠിക്കാനുണ്ടെന്ന് പറയും. ശേഷം സിയൂൺ ഹ്യോമാനോട് സഹായം ചോദിക്കുകയാണ്. അവൻ കാശ് കിട്ടുമെന്ന് കരുതിയാണ് എല്ലാ സ്കൂളിലെ പിള്ളേരും യൂണിയനിൽ ചേർന്ന് ബേക്കിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കാശ് മുഴുവനും ബേക്ക് അടിച്ചു കൊണ്ടുപോയി എന്ന രീതിയിൽ ഹ്യോമാൻ പ്രചരിപ്പിക്കാൻ തുടങ്ങും. ഇതൊക്കെ കണ്ട് ആ ഗ്രൂപ്പിലെ പയ്യന്മാർ ഇവൻ ഇത്ര വലിയ ഉടായിപ്പായിരുന്നോ എന്നൊക്കെ ചിന്തിക്കുന്നു. ശേഷം രാത്രി ഫൈറ്റൊക്കെ വരാൻ പോവല്ലേ, അതിനായി കുറേ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് ഹ്യൂൺ. ബാക്കു, ഇതൊക്കെ ചെയ്തുകൊണ്ട് മാത്രം സ്ട്രോങ് ആകാൻ പോകുന്നില്ല. ഹ്യൂൺ, നിനക്ക് ശരിക്കും ബേക്കിനെ കുറിച്ച് ആലോചിച്ച് നല്ല ടെൻഷൻ ഉണ്ടല്ലേ? അപ്പോൾ ബാക്കു ഒന്നും മിണ്ടുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും കുട്ടിക്കാലത്ത് വലിയ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അപ്പോൾ അത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ശേഷം ബേക്കിൻ്റെയും ബാക്കുവിൻ്റെയും കുട്ടിക്കാലം കാണിക്കുന്നു. അവിടുന്ന് അവർ ഒരുമിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോയതൊക്കെ ബേക്കിങ്ങിനെ ബാക്കുവിൻ്റെ പോലെ ഓർത്തെടുക്കും. അവനിപ്പോൾ ഉള്ളത് ഒരു ഓർഫണേജിലായിരിക്കും. അവിടെയുള്ള ഒരു സ്ത്രീ, ഇനിയും നീ ഇങ്ങനെ എപ്പോഴും പൈസ ഡൊണേറ്റ് ചെയ്യണമെന്നില്ല, നീ എപ്പോഴും കുട്ടികൾക്കായി ഒരുപാട് ഗിഫ്റ്റും അതല്ലാത്ത പൈസയും ഡൊണേറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ആ കാശൊക്കെ എവിടെ നിന്നാണെന്ന് ഞാൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല, ഇനിയും നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറയും. അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ട ദിവസം വരും. നല്ല മഴയുള്ള സമയം. അവിടെ ബാക്കുവും ബേക്കും എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ബേക്ക് ഗ്രൗണ്ടിലെത്തുമ്പോൾ അവൻ്റെ ആൾക്കാർ ഫൈറ്റിനായി നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടാകും. എന്നിട്ട് സിയൂണ് വരുന്ന വഴി അവന് സിയോങ് ജെയുടെ ഒരു മെസ്സേജ് വരും. ബേക്കിനെതിരെയുള്ള തെളിവുകൾ ഇപ്പോൾ യൂണിയൻ്റെ ഓഫീസിലുണ്ട്, അത് കാണാതാവുന്നതിന് മുമ്പ് വന്നെടുത്തോ എന്ന് പറയും. ശേഷം ഹ്യൂണിനെയും ജുണ്ണിനെയും കാണിക്കുന്നു. അവർ പോകുന്ന വഴി പിന്നിൽ നിന്ന് വിളിക്കും. അത് അവരുടെ സ്കൂളിലെ പിള്ളേർ തന്നെയായിരിക്കും. അത്രയും കുട്ടികൾ മറ്റവരുടെ കൂടെ ഫൈറ്റിനായി റെഡിയായി വന്നതായിരിക്കും. ഇത്രയും പേര് വരുമെന്ന് ഹ്യൂൺ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അവരെല്ലാം ഗ്രൗണ്ടിലേക്ക് ചെല്ലും. അങ്ങനെ പോകുന്ന വഴിക്ക് ഹ്യോമാനെ അവരെ കാണും. അവിടെ അവനും അവൻ്റെ ഗ്യാങ്ങും ഫൈറ്റിനായി തയ്യാറായി നിൽക്കുകയാണ്. നിങ്ങളെന്താ ഇത്ര ലേറ്റായത്? ആ യൂണിയനിലുള്ളവന്മാരെ നമുക്ക് പറപ്പിക്കണ്ടേ? അപ്പോൾ ഹ്യൂൺ, നീ എന്താ ഇവിടെ? നീ യൂങ്ജാങ് സ്കൂളിനെ യൂണിയനിൽ ചേർക്കാൻ നോക്കിയ ആളല്ലേ? ഹ്യൂൺ, ഹ്യോമാൻ, എന്താടാ ഇങ്ങനെ? സിയൂൺ എന്നോട് എന്താ ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങളെ സഹായിക്കാൻ. അപ്പോൾ ജുൺ, ഞാൻ എന്തായാലും നിന്നോട് ക്ഷമിക്കില്ല. ഓരോ ദിവസവും നീ എന്നെ ബുള്ളി ചെയ്തു, ടോർച്ചറിങ് ചെയ്തു. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊന്നും ഞാൻ മറക്കില്ല. പക്ഷെ ഇന്ന് ഞങ്ങളെ സഹായിക്കാൻ നിന്നെ അത്യാവശ്യമാണ്. അങ്ങനെ അവരെല്ലാം ഒരു ടീമായി അവിടേക്ക് ചെല്ലും. ശേഷം സിയൂൺ യൂണിയൻ്റെ ഓഫീസിലെത്തും. അവിടുന്ന് ഒരു മൊബൈൽ കാണിച്ച് എല്ലാ തെളിവും ഇതിലുണ്ടെന്ന് പറയും. പെട്ടെന്ന് വേറൊരുത്തൻ പിന്നിലൂടെ വന്ന് പിടിക്കും. സിയോങ് ജെ അവനെ ചതിച്ചതായിരിക്കും. മറ്റവൻ ഞെരുക്കി അവൻ്റെ ബോധം കളയുന്നു. ശേഷം എല്ലാവരും നടന്ന് ബാക്കുവിൻ്റെ അടുത്തെത്തും. ഇത്രയും പേര് വന്നതിന് അവരോട് നന്ദി പറയും. അപ്പോഴാണ് ഹ്യൂൺ സിയൂണിനെ കുറിച്ച് ചോദിക്കുന്നത്. ബാക്കുവിന് അറിയില്ലെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നിൻ്റെ കൂടെ ഉണ്ടാവുന്ന. അപ്പോൾ ജുൺ ഫോൺ നോക്കുമ്പോൾ സിയൂണിൻ്റെ മെസ്സേജ് കാണും. ഞാൻ യൂണിയൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് എന്നായിരിക്കും അത്. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടാവില്ല. ഇതൊരു ട്രാപ്പാണെന്ന് ഹ്യൂൺ സംശയിക്കുന്നു. ജുൺ, ഇത് ഞാൻ പോയി നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവൻ പോകുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ബാക്കു ബേക്കിനോട്, ഇന്ന് നീ തോൽക്കുകയാണെങ്കിൽ അത് ഈ യൂണിയൻ്റെ അവസാനമായിരിക്കും. ബേക്ക് അവൻ്റെ ആൾക്കാരോട്,
എല്ലാത്തിനെയും തീർത്തേക്കെന്ന് പറയും. ബാക്കു അവൻ്റെ ആൾക്കാരോട് നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കിക്കോ, ബെയ്ക്കിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് പറയും. അങ്ങനെ അവിടുന്ന് അവരുടെ യുദ്ധം ആരംഭിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ബെയ്ക്കും കളത്തിലിറങ്ങും. മുമ്പിൽ കാണുന്നതിനെല്ലാം അടിച്ചു വീഴ്ത്താൻ തുടങ്ങും. ശേഷം ബോധം പോയ സിയൂണിൻ്റെ കാല് രണ്ടും കൂട്ടിക്കെട്ടാൻ നിൽക്കുന്ന സമയത്ത് അവന് ബോധം വരും. പെട്ടെന്ന് തന്നെ അടിക്കാൻ തുടങ്ങും. അവൻ്റെ കയ്യിൽ ഒരു നക്കിൾസ് ഉണ്ട്, അത് വെച്ചായിരിക്കും അടിക്കാൻ നിൽക്കുന്നത്. പക്ഷെ അയാളെ മെരുക്കിയെടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ജുൺ എത്തുന്നത്. അവിടുന്ന് സിയൂൺ എങ്ങനെയോ പുറത്തേക്ക് എത്തുന്നു. അപ്പോൾ വീണ്ടും വരും ആ തടിയെ. അവൻ ജുണ്ണിനെയും അടിച്ചിട്ട് സിയൂണുമായി ഫൈറ്റ് ചെയ്യും. അവനെ ചവിട്ടി കൂട്ടുന്ന നേരം ജുൺ അവിടെ ബൗളിങ്ങിന് വെച്ച ബോൾ എടുത്ത് അവൻ്റെ വാരിയിലിട്ട് കൊടുക്കും. ആ സമയം സിയൂൺ അവൻ്റെ നക്കിൾ ടൂൾ എടുത്ത് കുറേ കൊടുക്കും. അങ്ങനെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കും. എന്നിട്ട് ജുണ്ണുമായി പോകാൻ നോക്കുമ്പോൾ അവനെ കൊണ്ട് എണീക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ നീ പൊക്കോ, നിന്നെ അവിടെ ആവശ്യമുണ്ട്, ഞാൻ വന്നോണ്ടെന്ന് പറയും. ശേഷം ഗ്രൗണ്ടിൽ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹ്യൂണും വേറൊരുത്തനും തമ്മിൽ പൊരിഞ്ഞ അടി. മറുവശത്ത് ഹ്യോമാൻ നല്ല പോലെ അടി വാങ്ങി കൂട്ടുന്നുണ്ടാവും. ഹ്യോമാൻ്റെ മണ്ടക്കടിക്കുമ്പോൾ മറ്റവൻ്റെ കൈയായിരിക്കും പോകുന്നത്. ഹ്യോമാൻ പരമാവധി പറ്റുന്ന പോലെയൊക്കെ ഡാൻസ് ചെയ്ത് പിടിച്ചു നിൽക്കും. എന്നാലും കാര്യമുണ്ടാവില്ല. എടാ നിർത്തി ഇടിക്കടാ, ഒന്ന് ശ്വാസം വിട്ടോടറാ എന്നൊക്കെ പറയുന്നുണ്ട്. ബാക്കു ആണെങ്കിൽ കൺമുന്നിലുള്ളതിനെല്ലാം അടിച്ച് സൈഡാക്കുന്നുണ്ട്. അതുപോലെ ബെയ്ക്കും. അങ്ങനെ അവസാനം ബാക്കുവും ബെയ്ക്കും നേർക്കുനേർ വരാൻ പോവാം. ആ സമയം സിയൂൺ ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്നേ ഉണ്ടാവൂ. അവിടെ അവരുടെ ഫൈറ്റ് തുടങ്ങുകയാണ്. അങ്ങനെ അവർ പരസ്പരം തല്ലി അവശരായിട്ടുണ്ടാകും. അവസാനം ബാക്കു അവിടെ വീണു പോവുകയാണ്. ഇത് കണ്ട് മറ്റവർ ബെയ്ക്ക് ജയിച്ചടാ, എല്ലാവരും അടി നിർത്തുമെന്ന് പറയും. ബെയ്ക്ക് ഇപ്പം മുതൽ യൂൻജാങ് യൂണിയൻ്റെ ഒരു ഭാഗമാണ്. ഈ കൂട്ടത്തിൽ ഇനി ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വാ, ധൈര്യമുണ്ടെങ്കിൽ വാടാന്ന് പറയും. ഇത് കേട്ട് ഹ്യൂണ് ചെല്ലാൻ നിൽക്കും. അപ്പോഴാണ് സിയൂൺ അവിടേക്ക് എത്തുന്നത്. കയ്യിൽ നക്കിൾസൊക്കെ ഇട്ടൊരു വരവുണ്ട്. അവിടെ ബാക്കു കിടക്കുന്നതായി അവൻ കാണും. ബെയ്ക്കിൻ്റെ കൈ ബാക്കുവിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ആകെ ഡാമേജ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഒറ്റക്കൈ വെച്ചായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ സിയൂണിനെ അടിച്ചൊരു സൈഡാക്കും. അപ്പോഴാണ് സിയൂൺ ബാക്കുവിനോട് പറഞ്ഞ ഒരു കാര്യം അവനോട് പറയുന്നത്. നീ തോറ്റുപോകുമെന്ന് ഉറപ്പായ ഞാൻ ഇറങ്ങും ഫൈറ്റിന് അവൻ്റെ കൂടെ, ആ സമയത്ത് തിരിച്ചു വന്നോളാം എന്ന് പറയും. ഇത് കേട്ട് ബെയ്ക്ക് തിരിയുന്നതും ബാക്കു മോന്തക്കിട്ടൊരു കിൻഡലടി തന്നെ കൊടുക്കും. അതിലവൻ്റെ ബോധം പോവും. അങ്ങനെ അതോടെ യൂൻജാങ് ഹൈസ്കൂൾ ജയിക്കുകയാണ്. അങ്ങനെ അവർ ഹാപ്പിയായി തിരിച്ചു പോകും. എല്ലാവർക്കും നല്ല പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ പോകുന്നതിനിടക്ക് സിയൂൺ ബെയ്ക്കിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടായിരിക്കും പോകുന്നത്. ശേഷം വരുന്ന വഴിക്ക് ഹ്യോമാൻ്റെ തള്ളായിരിക്കും സഹിക്കാൻ പറ്റാത്തത്. ഞാൻ അവനെ അങ്ങനെ ഇടിച്ചു, മലർത്തി അടിച്ചു എന്നൊക്കെ പറഞ്ഞ് തള്ളിവിടും കുട്ടികളെ മുന്നിൽ. ആ സമയത്താണ് ജുൺ അവിടേക്ക് എത്തുന്നത്. ശേഷം അവർ അടി കിട്ടിയ ക്ഷീണത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. സ്കൂളിലേക്ക് ആ 3 പേരും വരുമ്പോൾ പതിവില്ലാതെ സിയൂണായിരിക്കും അവരെ വെയിറ്റ് ചെയ്യുന്നത്. സ്കൂളിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കാൻഡിഡേറ്റ് വേറെ ആരുമല്ല, അത് നമ്മുടെ ഹ്യോമാനായിരിക്കും. ഹ്യോമാൻ്റെ ഒരു വളർച്ച ഭീകരം തന്നെ. അതിനുശേഷം യൂണിയനൊക്കെ പിരിച്ചുവിട്ടു. ബെയ്ക്കിനെ പിന്നെ കണ്ടിട്ടില്ല. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എങ്ങോട്ടാ പോയെന്നും ആർക്കും അറിയില്ല. ശേഷം സിയൂൺ അവിടെ ഇരിക്കുന്ന സമയം ബാക്കു അവിടെ എത്തും. എന്ത് നല്ല സമാധാനമാണല്ലേ ഇപ്പോൾ എന്ന് ചോദിക്കും. ആ നേരത്ത് സിയൂണിനൊരു കോള് വരും. പെട്ടെന്ന് തന്നെ അവർ 4 പേരും ഓടിച്ചെല്ലും. അവരവിടെ എത്തുമ്പോൾ സിയൂൺ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. ബാക്കു ചെന്ന്
അവൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നു പറയും. അവിടെ ഒരു വീൽ ചെയറിലിരിക്കുന്ന ആളുടെ അടുത്തേക്ക് അവൻ ചെല്ലും. അത് യാങ്സു ആയിരിക്കും. നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കും. ആ നിൽക്കുന്നതൊക്കെ ആരാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയും. ആ അത് കലക്കിയല്ലോ. അവനെ കണ്ട സന്തോഷത്തിലും കണ്ണു നിറഞ്ഞു നിൽക്കുന്ന സിയൂണിനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, ഇതിനൊരു ടൈലൻ്റ് കൂടെ ഉണ്ടാകും. സിയോങ് ജെ കാലിയായി കിടക്കുന്ന യൂണിയൻ്റെ ഓഫീസിലേക്ക് വരും. നീ ബേക്കിൻ്റെ ഫ്രണ്ട് അല്ലേ എന്ന് ചോദിക്കും. അത് അവൻ്റെ ബോസായിരിക്കും. അയാൾ എനിക്ക് ബേക്കിന് പകരം ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു കാർഡ് കൊടുക്കും. സിയോങ് ജെ, നിങ്ങൾക്ക് ബാക്കു എവിടെയെന്ന് അറിയോ? അപ്പോൾ ആർക്കറിയാം, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ശേഷം കാണിക്കുന്നത് ഒരു മരണച്ചടങ്ങാണ്. അവിടെ ബാക്കു ഒക്കെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ടാവും. അവിടെ മരിച്ചു കിടക്കുന്നത് വേറെ ആരുമല്ല, അത് ബേക്കായിരിക്കും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതുപോലെയുള്ള വേറെ സീരീസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.